നമുക്കതിങ്ങനെ ഇളക്കി കൊടുക്കാം. നന്നായിട്ട് തോർന്ന് കിട്ടണം, എന്നാലേ നല്ല രസമുള്ളൂ. ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റി പോകണം. നല്ല മുള്ളനാട്ടോ, നല്ല ടേസ്റ്റുള്ള മുള്ളനാണ്, നല്ല രുചിയുള്ള മുള്ളൻ. ചിലതങ്ങനെ സ്വാദ് കുറവല്ലേ, ഇത് നല്ല സ്വാദുണ്ട്. പുതിയത് എല്ലാവരും വാഴക്കായും കടലയും കൂടെയൊക്കെ തോരൻ വെച്ച് നോക്കണം, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ചെറുപ്പകാലത്തിലൊക്കെ നമ്മൾ മഴക്കാലത്ത് ഇങ്ങനെ മഴയിൽ നനഞ്ഞ് ചേമ്പിലെയൊക്കെ തലയിൽ വെച്ച് കുടയ്ക്ക് പകരം കുടയൊന്നും ഉണ്ടാവില്ല അന്ന്. സ്ലേറ്റും എല്ലാം പൊട്ടി വീണ് ഉരുണ്ട് ബാഗൊക്കെ കീറി അങ്ങനെ നമ്മൾ വരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. സ്കൂളിലെ പോയിട്ട് വരുന്നത് നനഞ്ഞ് കുഴഞ്ഞ് നടന്ന് വയലിൽ കൂടിയൊക്കെ നടക്കണം. ഞങ്ങൾ ചെറുപ്പത്തിലെ പുൽപ്പള്ളി താമസിച്ചത്, ഏരിയപ്പള്ളി. അവിടെ ഞങ്ങൾ വിജയ സ്കൂളിലേക്ക് പോകുമ്പോഴത്തേക്ക് ഒരുപാട് വയലിൽ കൂടെയൊക്കെ പോകണം. ഒരു കുണ്ടുകാപ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ. അന്ന് ഒരു കയറ്റം കയറി ചെല്ലുന്ന സ്ഥലത്ത് കുണ്ടുകാപ്പാണ്. അപ്പോൾ പണ്ടൊക്കെ ആൾക്കാർ പറയുന്നത് നമുക്കറിയുള്ളൂ, സീതാദേവി അമ്പലത്തിലെ ഉത്സവ സമയത്ത് അവിടെ ഒരു തോണി, വലിയൊരു തോണി പൊന്തി വരും. തോണി എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു ചെമ്പിൻ്റെ മരത്തിൻ്റെ ഒരു തോണി വെള്ളത്തിൽ നിന്ന് പൊന്തി വരുമെന്നാണ് പറയുന്നത്, കേട്ടിട്ടുള്ളത്. നമുക്ക് അതിനെപ്പറ്റി ഇതിഹാസമൊന്നും വളരെ ഒരുപാട് അറിയില്ല. അപ്പോൾ നമുക്കൊക്കെ അവിടെ ചെല്ലുമ്പോൾ ഒരു പേടിയായിരുന്നു. ഇരുട്ടാണ് അവിടെ, കുണ്ടുകാപ്പെന്ന് പറയും. കുന്ന് കയറി അങ്ങ് ചെല്ലുന്നിടത്താണ്, താഴെ ഇറങ്ങിയ വയലാണ്. ആ കുണ്ടുകാപ്പിൻ്റെ അവിടെ ആരും അങ്ങനെ നിൽക്കാറില്ല, ഓടും. അവിടെ ചെല്ലുമ്പോൾ പേടിയാണ്, ഭയങ്കര ഇരുട്ടും. ഉത്സവകാലമാകുമ്പോൾ അവിടെ ഒരു ആഘോഷമൊക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് ചെമ്പ് കൊണ്ടുപോയിട്ടാണ് വെച്ച് കറി സാമ്പാറൊക്കെ ഒഴിച്ചു വെക്കുന്ന ചെമ്പ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്കത്ര ഒന്നുമില്ല, എൻ്റെ കുഞ്ഞിലെ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഞങ്ങളതിലിങ്ങനെ നടന്നു പോകും. അപ്പോൾ കുറച്ച് അധികം നടക്കാനുണ്ട്. ഒരു വയലാണ്. പിന്നെ MLA റോഡ്, ഏരിയപ്പള്ളിക്കുന്നിൽ ഒക്കെ നമുക്ക് നല്ല പരിചയമാണ്. നമ്മൾ അവിടേക്കായിരുന്നു താമസിച്ചിരുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്നൊക്കെ വിറ്റ് പോകുന്നതാണ്. എപ്പോഴും നമ്മൾ എന്ത് കാര്യത്തിനും കരിമത്തേക്കാണ് പോവുക. കരിമം എന്നാണ് പറയുന്നത്, അവിടേക്കാണ് പോകുന്നത്. സാധനങ്ങളൊക്കെ വാങ്ങാനൊക്കെ എപ്പോഴും പുൽപ്പള്ളി എന്ത് സാധനത്തിനും വിലക്കുറവാട്ടോ. എന്ത് നമ്മൾ പോയി നിൽക്കാലും അവിടെ ബത്തേരിയൊക്കെയായാലും ഏത് സ്ഥലത്ത് നമ്മൾ എന്ത് സാധനം എടുക്കാൻ പോയാലും വിലക്കുറവാണ്. അതുപോലെ നമ്മൾ ചായയൊക്കെ കുടിക്കാൻ പോയാൽ ബോണ്ട, പണ്ടത്തെ ബോണ്ടയൊക്കെ എന്തോരം വലുതൊരു വലിയ കല്ലിൻ്റെ അത്രയും, ഒരു തേങ്ങേൻ്റെ അത്രയും കൊഴുപ്പുണ്ടാവും ബോണ്ടയൊക്കെ. ഒരു ബോണ്ട ഒരാൾ, ചെറിയ കുട്ടികളൊന്നും ഒരു ബോണ്ട ഫുള്ളും കഴിക്കാൻ പറ്റില്ല. പകുതി കഴിക്കുമ്പോൾ ഒരു ചായയും കുടിക്കുമ്പോൾ തന്നെ വയറ് നിറയും. അങ്ങനെയായിരുന്നേ ആ കാലമൊക്കെ പോയി. ഇപ്പോൾ ഉള്ള ബോണ്ടയൊക്കെ കടയിലിരിക്കുന്ന ഒരു ചെറിയൊരു നാരങ്ങേൻ്റെ വലിപ്പമുള്ളൂ, ചെറുനാരങ്ങേൻ്റെ. അങ്ങനത്തെ കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ 5 പൈസയ്ക്ക് കടല, 10 പൈസയ്ക്ക് കടലയൊക്കെ സ്ലേറ്റിൽ വാങ്ങും. സ്ലേറ്റ് കയ്യിൽ കൊള്ളൂല, അപ്പോൾ ഞങ്ങൾ സ്ലേറ്റ് കാണിച്ചു കൊടുക്കും. സ്ലേറ്റിനകത്ത് വാങ്ങിയിട്ട് ഇങ്ങനെ കഴിക്കും. പ്യാരീസ് മിഠായി, അതുപോലെ ജീരക മിഠായി,
പുളിമിഠായിയൊക്കെ ഇപ്പോഴും ഉണ്ട്, പക്ഷേ ആ ടേസ്റ്റൊന്നും ഇല്ല ഒന്നിനും. നാരങ്ങ മിഠായിയൊക്കെ എന്തോരം കഴിക്കും. ഇപ്പോൾ ഒന്നും ആ ടേസ്റ്റിലൊന്നും ഇപ്പം നാരങ്ങ മിഠായി കിട്ടാനേ ഇല്ല. ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കാലങ്ങളെ ഓർത്തപ്പോൾ, സ്കൂൾ തുറക്കുന്ന കാലമാണല്ലോ ഇപ്പോൾ ജൂണിൽ. കുട്ടികളൊക്കെ ഇങ്ങനെ നനഞ്ഞു പോകുന്ന സമയമാകുമ്പോൾ എന്നും രാവിലെ ഒരു മഴ, വൈകുന്നേരം ഒരു മഴ, ഉച്ചയ്ക്ക് മഴയില്ല. സ്കൂൾ വിടുന്ന സമയത്തൊരു മഴ, സ്കൂളിൽ പോകുന്ന സമയത്തും മഴ. നനഞ്ഞു കുഴഞ്ഞാൽ പോവുക. പുസ്തകം ഇടാനൊരു ബാഗില്ല, ചോറ്റുപാത്രമില്ല, എല്ലാം നനഞ്ഞു കുഴഞ്ഞ് വീണ് മുട്ടും പൊട്ടി കരഞ്ഞുകൊണ്ടാണ് വീട്ടിലേക്ക് വൈകുന്നേരം വരിക. അങ്ങനത്തെ ഒരു കാലം നമുക്കുണ്ടായിരുന്നു. ഇപ്പം എന്ത് സുഖമാണ് കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ. സ്കൂൾ ബസ് അടുത്ത് വീടിൻ്റെ മുറ്റം വരെ സ്കൂൾ ബസ് വരും, അതിൽ കയറുക. ഭക്ഷണത്തിന് ബുദ്ധിമുട്ടില്ല, ഡ്രസ്സിന് ബുദ്ധിമുട്ടില്ല, എല്ലാം കൊണ്ടും പഠിക്കാൻ സൗകര്യം. എന്നെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ. ഇനി അടുത്തൊരു വീഡിയോ കാണാം. ഏത്തക്കായും കടലയും കൂടിയുള്ള തോരനാണിത്. മുള്ളൻ വറുത്തത്, ഇത് ചോറ്. അരി അടുപ്പത്തിട്ടതാണ്, ചോറായി. പിന്നെ കുറച്ച് മീനിൻ്റെ കറിയുണ്ട്, ഇത് ചൂടാക്കണം. നമുക്കിത് നല്ലോണം ഇളക്കി കുഴഞ്ഞു പോയി. ഈ കായ് ഭയങ്കര ഇങ്ങനെ കുറുകിയിട്ടുണ്ടാവും, അതിൻ്റെ വെള്ളമൊക്കെ. അങ്ങനത്തെ കായ കൊഴുപ്പ് ഭയങ്കര കായ്ക്ക്. അല്ലെങ്കിൽ വേറിട്ട് കിടക്കും, അതാ രസം. ഇതിങ്ങനെ കുറച്ചൊരു കുഴച്ചിലായി. അങ്ങനത്തെ കായ അത്. വാഴക്കായ, ഏത്തക്കായാണ്. ഇത് നമ്മുടെ ഇവിടുത്തെ കരിയാപ്പില എടുത്തതാണ് കേട്ടോ, ഇന്നലെ എടുത്തു വെച്ചതാണ്. നമുക്ക് സ്വന്തമായി കരിയാപ്പില ഉണ്ടെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റ് കൂടും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കറിവേപ്പിലക്കായാലും നല്ലതാണ് നമ്മൾ നട്ട് വളർത്തിയെടുക്കുന്ന കറിവേപ്പില. നല്ല മണം ഉണ്ടാവും. വാങ്ങുന്നതിന് അത്ര മണമില്ലല്ലോ, വെറുതെ കൊന്നേൻ്റെ ചപ്പ് പോലെ ഉണ്ടാവും ഇല. അതത്ര ടേസ്റ്റില്ല. ഇത് ഇങ്ങനെയൊക്കെ ഇത്തിരി ഇട്ടാൽ നല്ലതാണ്. മീൻ കറിക്കൊക്കെ ഇട്ടാലൊക്കെ നല്ല സ്വാദുണ്ടാവും.